blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡുകൾ കാണുന്ന ഓരോരുത്തർക്കും ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് എറണാകുളത്ത് നിന്നുള്ള ഒരു കപ്പിളാണ്. അവരുടെ മൂത്ത മകളുടെ വിവാഹം ഇന്ന് നടക്കുകയാണ്. നമുക്കെല്ലാവർക്കും ചേർന്ന് ആ മോളെയും ആ ഫ്യൂച്ചർ ലൈഫിനെയും എല്ലാം അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. Thank you, Lord. Father, we thank you for all the blessings and healings and breakthroughs you showered upon this family. Father, in Jesus' name, I bless this wedding day. Father, I pray and I bless the bride and groom in the mighty name of Jesus. Let the marriage ceremony be blessed, Father. And also, Father, I pray for a very special and blessed, happy married life, oh Father. In the name of Jesus, as a man of God, I bless this family and today's wedding and the future, oh Father. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ഇന്ന് അവരെ കുടുംബമായി അനുഗ്രഹിക്കുന്നു. കർത്താവ് വിവാഹിതരാകുന്ന ആ മണവാളനെയും മണവാട്ടിയും ചേർത്ത് ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Thank you so much for sponsoring today's episode. തുടർന്ന് കണ്ണൂരിൽ നിന്നുള്ള ചില മിറക്കിൾസ് ടുഡേ ടെസ്റ്റിമണീസാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഒരു പ്രത്യേക കാര്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്, ഈ അനുഭവ സാക്ഷ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്, എവ്രി മിറക്കിൾ ഹാസ് എ മെസ്സേജ്. ബൈബിളിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ യേശു കുരുട്ടുകണ്ണനെ സൗഖ്യമാക്കിയത്, തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ച് നടത്തിയത്, മരിച്ചവരെ ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും പിന്നിൽ ഒരു സന്ദേശമുണ്ട്. ഇന്ന് നിങ്ങൾ തുടർന്ന് കാണാൻ പോകുന്ന അനുഭവ സാക്ഷ്യങ്ങൾക്കകത്ത് ദൈവികമായ ഒരു സന്ദേശം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് പിടിച്ചെടുക്കാൻ, ഗ്രഹിക്കുവാൻ ശ്രദ്ധ വയ്ക്കുക. എപ്പിസോഡിൻ്റെ അവസാനം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ തിരിച്ചു വരും. സഹോദരിയുടെ പേര് ജെസ്സി എന്നാണ്. ഇവിടെ അടുത്തുനിന്ന് തന്നെ, കണ്ണൂരിൽ നിന്ന് തന്നെയാണ് വരുന്നത്. തൻ്റെ മകൾക്ക് യേശു കർത്താവ് ചെയ്തു കൊടുത്ത ഒരു അത്ഭുത സാക്ഷ്യവുമായിട്ടാണ് ഇന്ന് ഈ സിസ്റ്റർ ഇവിടെ വന്നു നിൽക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, തൻ്റെ മകളുടെ പേര് മേരി എന്നാണ്. +2 ശേഷം തനിക്ക് ഒന്നുകിൽ മെഡിസിന് പോകണം അല്ലെങ്കിൽ എൻജിനീയറിങ്ങിന് പോകണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിനുള്ള പണം ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, നിന്നെ ഞാൻ നഴ്സിങ്ങിന് ചേർക്കാം എന്ന് പറഞ്ഞു. നഴ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നീക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഒപ്പം തന്നെ വെറുതെ എൻജിനീയറിംഗ് കോളേജിൽ ഒരു അഡ്മിഷന് വേണ്ടി ഇവർ അപ്ലൈ ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർ സ്ഥിരമായി ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണുന്ന ഒരു കുടുംബമായിരുന്നു. ഒരു ദിവസം ബ്രദർ ഡാമിയൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മേരി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ കാണിക്കുന്നു. ആ പെൺകുട്ടിയെ ഞാൻ അനുഗ്രഹിക്കുന്നു. അവൾക്ക് ഉയർന്ന ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിക്കുകയാണ്. അവളുടെ അടയാളമായിട്ട് ഒരു പച്ച ഷോൾ അവൾ ധരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന ഈ സഹോദരി വിചാരിച്ചു, എൻ്റെ മോള് പച്ച ഷോൾ ഇപ്പോൾ ധരിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അവൾ കിടന്ന് ഉറങ്ങുമായിരുന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ
അവളൊരു പച്ച ഷോള് പൊതച്ചുകൊണ്ട് അവള് കിടന്നുറങ്ങിയിരുന്നത്. കമ്പിളി പുതപ്പ് പൊതച്ചാ കിടന്നിരുന്നത്. അത്ഭുതം സംഭവിച്ചത് അതല്ല, ഏതാനും ആഴ്ചകൾക്ക് ശേഷം ഈ മോള് എഞ്ചിനീയറിംഗ് കോളേജിൽ കൊടുത്തിരുന്ന അഡ്മിഷൻ അപേക്ഷയിൽ ഒരു തീർപ്പുണ്ടായി. മെറിറ്റിൽ അവൾക്ക് ഒരു അഡ്മിഷൻ അവിടെ ലഭിച്ചു. That is a second miracle. Hallelujah. Hallelujah. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇത് കേട്ടിട്ട്? അത് യേശുവാണ് ചെയ്തതെന്നാണ് ഈ സഹോദരി പറയുന്നത്. തീർച്ചയായും ഞാനും വിശ്വസിക്കുന്നു. കാരണം കൃത്യമായി പേരും കാര്യങ്ങളും കർത്താവ് പറഞ്ഞെങ്കിൽ അതിനുശേഷം ഒരു അത്ഭുതം നടക്കും. ഇവിടെ ഇരിക്കുന്ന എത്ര പേർ വിശ്വസിക്കുന്നു? ഇപ്പോൾ കർത്താവ് നമ്മുടെ വെയർ അബൌട്ട്സ്, നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അറിയും. ഈ സഹോദരി ഞാൻ കണ്ടിട്ടില്ല, മകളെയും കണ്ടിട്ടില്ല, ഇതിനു മുൻപ് ഇവരെ എനിക്ക് മുൻപരിചയമില്ല. ബ്ലെസ്സിംഗ് ടുഡേയിൽ അവരുടെ കാര്യങ്ങൾ യേശു കർത്താവ് പറഞ്ഞു, അവർക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിച്ചു. ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും മക്കൾക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കൈകൾ ഉയർത്തിപ്പിടിച്ചാൽ. കർത്താവെ, ഞങ്ങൾ ഇതുപോലെ അമ്മമാർ, പിതാക്കന്മാർ ഓമനിച്ച് വളർത്തുന്ന കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ തടസ്സങ്ങൾ വരുമ്പോൾ കർത്താവെ, ആ ആവശ്യങ്ങൾ യേശു അറിയുന്നു എന്നൊരു സാക്ഷ്യമാണ് ഞങ്ങൾ കേട്ടത്. മാതാപിതാക്കളെക്കാൾ കൂടുതൽ സ്വർഗത്തിലെ പിതാവ് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നല്ലോ. ഈ സഹോദരിക്ക് വേണ്ടി, മകൾക്ക് വേണ്ടി പ്രവർത്തിച്ച അതേ കർത്താവ് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ഭവനങ്ങളിൽ ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച്, ഞാൻ ആകുന്നവൻ ഞാനാകുന്നു, ഞാൻ കരുതുന്ന ദൈവമാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ് എന്നുള്ളത് വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ പല മേഖലകളിൽ സ്വീകരിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ കുഞ്ഞിൻ്റെ പേര് ആതിര. താനിപ്പോൾ 10ാം ക്ലാസ്സിലാണ് താൻ പഠിക്കുന്നത്. ഏകദേശം 4ാം ക്ലാസ് മുതൽ 8 വയസ്സായ സമയം മുതൽ തനിക്ക് ഈ തൊണ്ടയിൽ ടോൺസിൽസിൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങി. സാധാരണ എല്ലാവർക്കും വർഷത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ടോൺസിൽസ് വരുമ്പോൾ ഈ കുഞ്ഞു പറഞ്ഞത് ഏകദേശം 6 മാസത്തോളം പകുതിയോളം തന്നെ തനിക്ക് ടോൺസിൽസിന്റെ പ്രശ്നം വന്ന് ഉമിനീര് പോലും ഇറക്കാൻ പറ്റില്ല. കൂടെ ടോൺസിലൈറ്റ്സ് വരുമായിരുന്നു. തൻ്റെ തൊണ്ടയിൽ എപ്പോഴും കഴുത്തിൻ്റെ 2 വശത്ത് നിന്ന് എപ്പോഴും ഇങ്ങനെ കുത്തുന്നത് പോലെ ഒരു അനുഭവമായിരുന്നു തനിക്ക് ഉണ്ടായിരുന്നത്. തനിക്ക് തണുത്ത വസ്തുക്കൾ ഒന്നും തന്നെ കഴിക്കാൻ പറ്റില്ലായിരുന്നു. ഇവർ ഏകദേശം 2 വർഷങ്ങൾക്ക് മുൻപേ തന്നെ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം പതിവായിട്ട് ഇവർ കാണുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം ജൂലൈ മാസം നമ്മുടെ കല്യാശ്ശേരിയിൽ ജൂലൈ മാസം പാപ്പിനിശ്ശേരി ഹാളിൽ ഈ കുഞ്ഞു വന്നിരുന്നു. അന്ന് രാവിലെ താൻ ആ മീറ്റിങ്ങിന് വന്ന സമയത്ത് ഒരല്പം പോലും ഭക്ഷണം കഴിക്കാതെയാണ് അവിടെ വന്നത്. ആ സമയത്ത് ടോൺസിൽസ് ഉണ്ടായിരുന്നു. അത് വല്ലാതെ പഴുത്തിട്ട് തനിക്ക് ഉമിനീര് പോലും ഇറക്കാൻ പറ്റാതെ ഭക്ഷണം കഴിക്കാതെയാണ് താൻ ആ മീറ്റിങ്ങിന് വന്നത്. ഭക്ഷണം പോലും കഴിക്കാതെ അന്ന് ആ മീറ്റിങ്ങിൽ വന്നു. ആ സമയത്ത് താൻ അവിടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുമ്പോൾ ബ്രദറിങ്ങനെ ഹീലിംഗ്, ഈ സൗഖ്യത്തിന്റെ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് കുഞ്ഞു പറഞ്ഞത് ആ കുഞ്ഞിന്റെ ശരീരത്തിൽ എന്തോ ഒരു കുളിര് കോരുന്നത് പോലെയൊക്കെ തോന്നി. ആ സമയത്ത് എന്തൊക്കെ ശരീരത്തിലൊരു അനുഭവം എല്ലാം ഉണ്ടായി. അപ്പോൾ തന്നെ തനിക്ക് ഉമിനീരിറക്കാനായിട്ട് സാധിക്കാൻ തുടങ്ങി. തൊണ്ടയിൽ നിന്ന് എന്തോ പോയതുപോലെ ഉമിനീരിറക്കാനായിട്ട് താൻ തുടങ്ങി. ഇടയിൽ വെച്ച് തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് തനിക്ക് ആ ഒരു സൗഖ്യം കിട്ടി. താൻ ഉമിനീരിറക്കാൻ തുടങ്ങി. വീട്ടിൽ പോയിട്ട് താൻ ഭക്ഷണം എല്ലാം കിട്ടാവുന്ന അത്രയും ഭക്ഷണമൊക്കെ കഴിച്ചു. 2-3 ദിവസം കഴിഞ്ഞിട്ട് താൻ തണുത്ത വസ്തുക്കൾ, ഐസ്ക്രീം ഒക്കെ വലിയ ഇഷ്ടമായിരുന്നു. കുറെ ഐസ്ക്രീം കഴിച്ചു. വർഷങ്ങൾ തനിക്ക് കഴിക്കാൻ പറ്റില്ല. ഐസ്ക്രീം ഒക്കെ കഴിച്ച അപ്പോൾ തന്നെ തൻ്റെ തൊണ്ടയ്ക്ക് പ്രശ്നങ്ങൾ തുടങ്ങുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ഇതുവരെ അങ്ങനെ തൊണ്ടയ്ക്കൊരു പ്രശ്നമില്ല. തന്നെ പരിപൂർണമായിട്ടും കർത്താവ് സൗഖ്യമാക്കി. കൈകൾ അടിച്ച് യേശുവിന് നന്ദി പറയാം. മോളൊന്ന് ആ അനുഭവം ഒന്ന് പറഞ്ഞ്, ആ ഉണ്ടായ അനുഭവം ആ മീറ്റിങ്ങിനിടയിൽ വെച്ച് എന്താ ഉണ്ടായ? പ്രാർത്ഥനയുടെ സമയത്ത് വല്ലാണ്ട് ശരീരത്താകെ തണുപ്പ്, സൗഖ്യം, ഭയങ്കരമായ തണുപ്പ് അനുഭവിച്ചു. വല്ലാണ്ട് തൊണ്ടയിൽ സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. കുറഞ്ഞില്ലേലോ ഇനി ഓപ്പറേഷൻ. ഈ പറഞ്ഞതെല്ലാം ശരിയാണോ? ഉമിനീര് പോലും ഇറക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അവസ്ഥയിലാണ് അന്ന് വന്നത്. ഓക്കെ, അതിന് ശേഷമുള്ള വ്യത്യാസങ്ങൾ പറ. അതിനുശേഷം വീട്ടിൽ ചെന്നത് ഒരു വേദന പോലും ഉണ്ടായിട്ടില്ല. അന്ന് തന്നെ ഒരു വേദന പോലും വീട്ടിൽ ചെന്ന പാടെ തന്നെ ഫുഡെല്ലാം കഴിച്ചു. അവിടെ ഒരു വേദന ഉണ്ടായിരുന്നത് പോലും മനസ്സിലാവത്തില്ല. അതുപോലെ അതിനുശേഷം ഇങ്ങോട്ട് ഒരു കുഴപ്പമില്ല. ഇതുവരെ പിന്നെ ടോൺസിലൈറ്റിസ് വന്നിട്ടില്ല. ഇതുവരെ വന്നിട്ടില്ല. ഐസ്ക്രീം കഴിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാണോ? സത്യം. ഏത് ഐസ്ക്രീമാ കഴിച്ചേ? ചോക്കോബാർ കഴിച്ചു. മാംഗോ ബാർ അത് കഴിച്ചു. പിന്നെ അങ്ങനെയുള്ള തണുപ്പുള്ളതെല്ലാം കഴിച്ചു. എന്നിട്ട് ഇതുവരെ ടോൺസിലൈറ്റിസ് വന്നിട്ടില്ല. ഒരു പ്രാവശ്യം കൂടി കൈകൾ അടിച്ച് യേശുവിന് നന്ദി പറഞ്ഞു. അപ്പൊ പോയില്ലേ? ഇതിനായിട്ട് സാക്ഷ്യം പറയാനായിട്ട് തന്നെ വന്നതാ.
ഒരു കൈയടി കൂടെ കൊടുത്തേ. സാക്ഷ്യം പറയാൻ വേണ്ടി ഇന്ന് സ്കൂളിൽ പോകാതെ ഇവിടെ വന്ന് യേശുവിനെ ഉയർത്തി. ഞാൻ വിശ്വസിക്കുന്നു ഇനി ഏത് രോഗം ഇനി വന്നാലും ടോൺസിലൈറ്റിസ് അവൾക്ക് വരില്ല. കാരണം കർത്താവ് അതെടുത്ത് മാറ്റിക്കളഞ്ഞിരിക്കുകയാണ്. കൈനീട്ടി മോളെ അനുഗ്രഹിച്ചാലും കർത്താവ് ഞങ്ങൾ ചേർന്ന് ഇവളെ അനുഗ്രഹിക്കുന്നു. യേശു നൽകിയ ഈ സാക്ഷ്യം അത്ഭുതം പറയാൻ ഇവിടെ വന്നല്ലോ. അതോട് ചേർന്ന് വിദ്യാർത്ഥികളിടയിൽ, പഠിക്കുന്ന കുഞ്ഞുങ്ങളിടയിൽ ഏതെല്ലാം രോഗങ്ങളുണ്ട് അതുകൂടെ സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ രോഗസൗഖ്യങ്ങൾ ഏത് വ്യക്തിയിലും ഇപ്പോൾ നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. പ്രത്യേകിച്ച് ടോൺസിലൈറ്റിസ്, അതിനോടനുബന്ധിച്ചുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ് നെയിം, ആമേൻ. ഈ നിൽക്കുന്ന സിസ്റ്ററിൻ്റെ പേര് പ്രിയ എന്നാണ്. മേലെ ചൊവ്വ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇവർ വരുന്നത്. പക്ഷേ തൻ്റെ സാക്ഷ്യമല്ല, തൻ്റെ പപ്പയുടെ സാക്ഷ്യം പറയുവാനാണ് ഇവിടെ നിൽക്കുന്നത്. തൻ്റെ പപ്പയുടെ പേര് പ്രേംകുമാർ. ഏകദേശം 63 വയസ്സോളം അദ്ദേഹത്തിനുണ്ട്. സിസ്റ്റർ പറയുന്നത് ഇങ്ങനെയാണ്: തനിക്ക് ചെറുപ്രായം മുതൽ തൻ്റെ പപ്പ സിഗരറ്റ് വലിക്കുമായിരുന്നു. അങ്ങനെ ആ സിഗരറ്റ് വലിയുടെ കാഠിന്യം മൂലം തൻ്റെ 2 മുട്ടുകാലിലും വേദന സ്റ്റാർട്ട് ചെയ്തത്. അത് ഏകദേശം കഴിഞ്ഞ 3 മാസങ്ങൾക്ക് മുമ്പാണ് ആ വേദന സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു. സിസ്റ്റർ പറയുന്നത് നടക്കാൻ ബുദ്ധിമുട്ടാണ്, ഇരിക്കാൻ ബുദ്ധിമുട്ട് പപ്പയ്ക്ക്, കാലിന് മുട്ടുവേദനയൊക്കെ ഉള്ളത് കൊണ്ട്. അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഇവർ ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പപ്പയും മമ്മിയും ചേർന്നാണ് ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ബ്രദർ ഡാമിയൻ ഇങ്ങനെ പ്രത്യേകിച്ച് വിളിച്ചു പറഞ്ഞു, പുകവലിക്കുന്നവരുടെ പുകവലി മാറുവാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞപ്പോൾ, പുകവലി, ലഹരി മരുന്ന്, ഇതിനൊക്കെ അടിമകളായവർ യേശുവിൻ്റെ നാമത്തിൽ ആ ചങ്ങലകൾ പൊട്ടി ഇപ്പോൾ സ്വതന്ത്രമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ പപ്പയും മമ്മിയുമാണ് ആ പ്രാർത്ഥന അന്നേരം കണ്ടുകൊണ്ടിരുന്നത്. ആ സമയത്ത് 2 പേരും ചേർന്ന് കൈകൾ കോർത്തു പിടിച്ചു പ്രാർത്ഥിച്ചു. കർത്താവ് ചെയ്തത് പ്രാർത്ഥിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം മുതൽ തൻ്റെ പപ്പ സിഗരറ്റ് വലി നിർത്താൻ തുടങ്ങി. പക്ഷേ സിഗരറ്റ് വലി നിർത്തിയതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പെട്ടെന്ന് തൻ്റെ നെഞ്ചിനകത്ത് വളരെ വേദന വന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കി ICUവിൽ കിടന്നു. ആ സമയത്ത് ഇവർ ചെയ്തത് നേരെ പ്രെയർ കോൾ സെൻറ്ററിലേക്ക് വിളിച്ചു. അങ്ങനെ വിളിച്ചപ്പോൾ പറഞ്ഞു, പേടിക്കേണ്ട, കർത്താവ് വേഗത്തിൽ സൗഖ്യമാക്കും, ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് 4ാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്നതിന് ശേഷം സംഭവിച്ച കാര്യമെന്ന് പറഞ്ഞാൽ തൻ്റെ പപ്പയുടെ വൃഷത്തിൽ നിന്നും തൊലി പോയിട്ട് ചോര വരാൻ തുടങ്ങി. അതങ്ങനെ വല്ലാതെ വേദനയായപ്പോൾ വീണ്ടും ഡോക്ടറെ അടുക്കൽ കൊണ്ടുപോയി ചെക്കപ്പിന് കൊണ്ടുപോയപ്പോൾ ആ സമയത്ത് തൻ്റെ പപ്പയുടെ അനിയൻ്റെ മരുമകനും കൂടെ ഉണ്ടായിരുന്നു. ഡോക്ടർമാർ ചെക്കപ്പ് നടത്തിയതിന് ശേഷം തൻ്റെ പപ്പയുടെ അനിയൻ്റെ മരുമകനോട് പറഞ്ഞു, ഇത് ക്യാൻസറാണ്, ഇത് സ്കിന്നിലേക്ക് പടർന്നു പിടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അതിൻ്റെ 4ാമത്തെ സ്റ്റേജാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഇവർ എന്താ ചെയ്തെന്ന് വെച്ചാൽ ആ സമയത്ത് തന്നെ നേരെ പ്രെയർ കോൾ സെൻറ്ററിലേക്ക് വിളിച്ചവർ പറഞ്ഞ്, ഭയപ്പെടേണ്ട, കർത്താവ് പപ്പയെ സൗഖ്യമാക്കും, ഒരു കുഴപ്പവും വരികയില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടർ ഓപ്പറേഷൻ വേണമെന്നെല്ലാം പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്ത് എടുത്ത ഭാഗം നേരെ ബയോപ്സിക്ക് അയച്ചിരുന്നു. കാരണം ക്യാൻസറാണ് സംശയിച്ചിട്ട്. അതിനിടയിൽ കഴിഞ്ഞ ബുധനാഴ്ചയാണ് റിസൾട്ട് വേണ്ടത്. പക്ഷേ കഴിഞ്ഞ ബുധനാഴ്ചയുടെ തൊട്ട് മുമ്പത്തെ ദിവസമായ ചൊവ്വാഴ്ച ബ്ലെസ്സിങ് ടുഡേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ ഡാമിയൻ ഇങ്ങനെ പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്ത് സ്റ്റിച്ചിൽ പഴുപ്പും അതുപോലെ മറ്റുള്ള പ്രശ്നങ്ങളുള്ള വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ചില സർജറിക്ക് ശേഷം മുറിവ് ഇതുവരെ ഉണങ്ങാത്ത സ്റ്റിച്ച് എടുത്തു, ഇതെല്ലാം ചെയ്തു. പക്ഷേ ഇപ്പോഴും അവിടെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു വ്യക്തി കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. എനിക്ക് തോന്നുന്നു ഒക്ടോബർ മാസം 15-ാം തീയതിയാണ് ഓപ്പറേഷൻ എല്ലാം വിധേയമായത്. അതിനുശേഷമാണ് ബയോപ്സിക്ക് എടുത്ത് അയച്ചത്. പക്ഷേ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ബ്ലെസ്സിങ് ടുഡേയിൽ ബ്രദർ ഡാമിൻ ഇങ്ങനെ പറഞ്ഞ വാക്കുകൾ, അതായത് ഓപ്പറേഷൻ ചെയ്ത് ഭാഗത്ത് പഴുപ്പുമല്ലാത്ത വേദനയുമുള്ള വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു, വിടുവിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് ബ്രദർ വിശ്വസിച്ച് അത് ഏറ്റെടുക്കുകയും പിറ്റേ ദിവസം ബുധനാഴ്ച ദിവസമാണ് ബയോപ്സിയുടെ ടെസ്റ്റിൻ്റെ റിസൾട്ട് വരുന്നത്. ഇവർ അവിടെ ചെന്ന് ആ റിപ്പോർട്ട് വാങ്ങിച്ച് ഡോക്ടറുടെ അടുക്കൽ ചെന്നപ്പോൾ അതിനിടയിൽ ഒരു മിറക്കിൾ സംഭവിച്ചു. ഇത്രയും നേരം കൊണ്ട് ഒരു അത്ഭുതം സംഭവിച്ചത് ക്യാൻസർ ആണെന്ന്, അതായത് വൃഷ്ണത്തിൽ തൊലിപ്പുറത്ത് ക്യാൻസർ ആണെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നത്. ആ ചൊവ്വാഴ്ച ദിവസത്തിനും ബുധനാഴ്ച റിസൾട്ട് വരുന്ന ദിവസത്തിനിടയിൽ കർത്താവ് അത്ഭുതം ചെയ്ത് പരിശുദ്ധാത്മാവിനാൽ ആ റിസൾട്ട് എഴുതി വെച്ചത് ഇങ്ങനെയാണ്: അവിടെ ക്യാൻസറിൻ്റെ ഒരു പ്രശ്നവുമില്ല, അത് പൂർണ്ണമായും സൗഖ്യമാക്കി എന്നുള്ള റിപ്പോർട്ടാണ് ദൈവം നൽകിയത്. നമുക്ക് ഈ സിസ്റ്ററിനോട് തന്നെ ചോദിക്കാം.
എത്ര വർഷം മുമ്പ് ഈ പിതാവ് എത്ര വർഷം മുമ്പ് ഈ സിഗരറ്റ് വലി തുടങ്ങിയതാ? ചെറുപ്പം മുതൽ തന്നെ സിഗരറ്റ് വലി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സിഗരറ്റ് വലി നിർത്താൻ വേണ്ടിയിട്ട് അമ്മ പറയുമായിരുന്നു, പക്ഷേ പപ്പ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ മെയിൻ ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ അതില് പ്രാർത്ഥിച്ച് സിഗരറ്റ് വലി പിന്നെ അങ്ങനെ നിന്ന് പെട്ടെന്നൊരു ദിവസമാണ് പപ്പയ്ക്ക് നെഞ്ചുവേദന പോലെ അങ്ങനെ പെട്ടെന്ന് രാത്രി വന്നത്. അങ്ങനെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ് വേഗം തന്നെ കോട്ടക്കൽ മിംസിൽ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ്. അപ്പോൾ തന്നെ ഞാനും അമ്മയും പ്രയർ കോൾ സെൻറ്ററിലേക്ക് വിളിച്ചു. അപ്പോൾ തന്നെ പറഞ്ഞു, അപ്പോൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ദൈവം രോഗം സൗഖ്യമാക്കുമെന്ന് പറഞ്ഞ്. പിന്നെ അതിന് ശേഷമാണ് അങ്ങനെ ഒരു ദിവസം ICUയിൽ കിടക്കേണ്ടി വന്ന്. പിന്നെ വീട്ടിലേക്ക് വന്നപ്പോഴാണ് ഇങ്ങനെ ആ ടെസ്റ്റിസിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ബ്ലഡ് വരാൻ തുടങ്ങിയത്. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് എന്തായാലും ഓപ്പറേഷൻ ചെയ്ത് മാറ്റണം. ആ സമയത്താണ് പപ്പൻ്റെ അനിയൻ്റെ മരുമകൻ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ പറഞ്ഞത്, ഡോക്ടർ അവരുടെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ ക്യാൻസറാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഞാനും അമ്മയായിരുന്നു പപ്പൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. വളരെയധികം ഭാരത്തോടു കൂടി പപ്പനെ കാണിക്കാനും പാടില്ല. ഞങ്ങൾ ആ രാത്രികളിലൊക്കെ ഉറങ്ങാതെ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. രണ്ടുപേരും പപ്പ കിടക്കണതിൻ്റെ ആ കട്ടിലിൻ്റെ അപ്പുറം ഇപ്പുറം ഇരുന്നിട്ട് അമ്മ കൈ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ അങ്ങനെ ഒരിക്കലും വരുത്തരുതെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ബയോപ്സിക്ക് അയച്ച ആ റിസൾട്ട് വന്നപ്പോൾ ഒന്നുമില്ലാന്ന്, ഒരു കുഴപ്പമില്ലാന്ന് ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിച്ച് സ്തോത്രം ചെയ്യണം. ചൊവ്വാഴ്ച ദിവസം ബ്രദർ ഡാമിയൻ്റെ ആ പ്രസംഗത്തിൽ പ്രാർത്ഥനയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സർജറി കഴിഞ്ഞിട്ടും ഇങ്ങനെ സ്റ്റിച്ച് ഉണങ്ങാതെ ഇങ്ങനെ സൗഖ്യമാക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം സൗഖ്യം തന്നു. ഇപ്പോൾ പിതാവിന് പുകവലി ഇല്ല, വേറെ അസുഖങ്ങളൊന്നും കുഴപ്പമില്ല. ഷുഗറും സോഡിയം ലെവലും എല്ലാം നോർമലായി. കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായി നന്ദി. നമുക്ക് ഒരുമിച്ച് ചേർന്ന പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ്, ഞങ്ങൾ ആ പിതാവിനെ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ വലിയ നന്മകൾ, അനുഗ്രഹങ്ങൾ, ഐശ്വര്യം കാണുവാൻ ഇനിയും ഇടയാകട്ടെ. തനിക്ക് ലഭിച്ച ആ സൗഖ്യം ഇനിയും തൻ്റെ ജീവിതത്തിൽ കൊണ്ടുപോകുവാൻ കർത്താവ് സഹായിക്കണമേ. അതുപോലെ ഇനി ഒരിക്കലും ആ ദുശീലത്തിന് അടിമപ്പെടാതെ പരിപൂർണ സൗഖ്യം അതിൽ നിന്ന് ലഭിച്ചതിനായി നന്ദി. അതുപോലെ ഞങ്ങൾ ഈ സഹോദരിയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ നന്മകൾ ഇനിയും കാണുവാനിടയാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇവരിന്ന് കുടുംബമായിട്ടാണ് ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ സംബന്ധിച്ചിരിക്കുന്നത്. കനകരാജും മേഴ്സിയും. മേഴ്സി പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവർ തമിഴ്നാട്ടിലാണ് താമസിക്കുന്നത്. അവരുടെ ദേശത്ത് വെള്ളം കിട്ടാത്തത് കൊണ്ട് ഇവർ ബോർവെല്ല് താഴ്ത്തുവാൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനിച്ചു. അപ്പോൾ തന്നെ ഇവരുടെ ചുറ്റും ഒത്തിരി ആളുകൾ ബോർവെല്ലടിച്ചിട്ട് വെള്ളം കിട്ടിയിട്ടില്ല. ചിലർക്കൊക്കെ വെള്ളം കിട്ടി, പക്ഷേ അതെല്ലാം കലക്കവെള്ളമായിരുന്നു. അപ്പോൾ ബോർവെല്ലടിച്ചാൽ ആ പൈസ നഷ്ടമാകുമോ എന്നൊരു ഭയം ഇവർക്കുണ്ടായിരുന്നു. ആ ഇടയ്ക്കാണ് ഇവർ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കാണാൻ തുടങ്ങിയത്. അപ്പോൾ അതിൽ കണ്ട പ്രയർ കോൾ സെൻറ്ററിൻ്റെ നമ്പർ എടുത്ത് അവർ കോൾ സെൻറ്ററിലേക്ക് വിളിച്ചു പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച ആ വ്യക്തി പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ദൈവം അനുഗ്രഹിക്കും, ധൈര്യമായിട്ട് ബോർവെല്ല് അടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഇവർ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു, ബോർവെൽ കുഴിച്ചു. ഇവർക്ക് മാത്രം നല്ല വെള്ളം കിട്ടി. അവരുടെ ചുറ്റുമുള്ള ആർക്കും നല്ല വെള്ളം കിട്ടിയില്ല. ഇല്ല, അവർ അടിച്ചിട്ട് ഒരു വീട്ടുകാർ, ഞങ്ങളുടെ തൊട്ടടുത്ത് 2 വീട്ടിനപ്പുറേ അടിച്ചവർ ഒരു സ്ഥലത്ത് അടിച്ചിട്ട് വെള്ളം കാണാനായിട്ട് വീണ്ടും മാറ്റി കുറ്റി അടിച്ചിട്ട് അവിടെ അടിക്കുക ചെയ്തത്. എന്നാലും ഇത്തിരി ലൈറ്റായിട്ട് കലക്ക് വെള്ളം, ക്ലിയർ ഇല്ല. അതെ അതെ, നിങ്ങളുടെ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളം. ഞങ്ങൾ പരിഹാരം താമസിക്കുന്ന ഏമ്പേറ്റ്. ആരാണ് അങ്ങനെ ആ ഒരു വെള്ളം തരാൻ സഹായിച്ചത്? ദൈവം. തന്നെയുമല്ല, വേറൊരു സാക്ഷ്യം കൂടെ ഉണ്ട്. കനകരാജ് ഒരു വാഹനം വാങ്ങിക്കണമെന്ന് ഒത്തിരി ആഗ്രഹമായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ തന്നെ തൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു അയൽവാസി ഈ 2 വീലർ വിൽക്കുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അയാളുമായി സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, പകുതി പണം തരുവാണെങ്കിൽ ബാക്കി ലോൺ എടുത്തിട്ട് വാഹനം ഞാനിവിടെ കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ 26,500 രൂപയോളം ആ വ്യക്തിയെ ഇദ്ദേഹം ഏൽപ്പിച്ചു. പക്ഷേ ഏൽപ്പിച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും വണ്ടി വന്നില്ല. ചോദിച്ചപ്പോൾ ഇന്ന് തരാം, നാളെ തരാം, അങ്ങനെ പറഞ്ഞ് ഏകദേശം 2.5 മാസത്തോളം ഇവരിട്ട് കളിപ്പിച്ചു. അപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കത് വലിയ പ്രയാസമായി, കൊടുക്കാതെ വന്നപ്പോൾ. എന്നാലും ഇന്ന് തരും എന്നുള്ളൊരു വിശ്വാസത്തിലിരുന്നു. 2 മാസത്തോളം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഈ സഹോദരി പ്രയർ കോൾ സെൻറ്ററിൽ വിളിച്ചു. ഈ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് 1 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ചോദിക്കാതെ തന്നെ ഈ മുഴുവൻ തുകയും ഇവർക്ക് തിരികെ കൊണ്ടുവന്ന് കൊടുത്തു. അതിനുശേഷം
വാഹനം അപ്പോഴേക്കും അതിനുള്ള പരിപാടികളെല്ലാം ക്യാൻസലായി പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ വീണ്ടും ഇവർ പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ ഇവർ ഒരു വാഹനം സ്വന്തമായി വാങ്ങി. ഇന്ന് ആ വാഹനത്തിലാണ് ഇവർ ഇവിടെ ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ കൂടാൻ വേണ്ടി വന്നിട്ടുള്ളത്. സാക്ഷ്യം പറയാനായിട്ടാണ് ഇന്ന് ഇവിടെ വന്നേ. പണി ലീവാക്കിയിട്ട് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരെ വന്നല്ലേ. കർത്താവിൻ്റെ നന്മകൾ ഇവർ കാണുവാനിടയാകട്ടെ. കുടുംബമായി വലിയ സമൃദ്ധിയും കർത്താവെ സന്തോഷവും അനുഭവിക്കാനിടയാകട്ടെ. എന്നും കർത്താവിൻ്റെ അടുത്ത് നിന്ന് യേശുവിൻ്റെ കയ്യിൽ നിന്ന് ഒത്തിരി നന്മകൾ വാങ്ങുവാൻ ഇവരെ സഹായിക്കണമേ. കൊടുത്ത എല്ലാ നന്മകൾക്കുമായി നന്ദി. കർത്താവെ ബാക്കിയുള്ള എല്ലാവർക്കും പല രീതിയിൽ കർത്താവെ വെള്ളത്തിൻ്റെ കാര്യങ്ങളായപ്പോൾ ദൈവം ഇവർക്ക് ഏറ്റവും നല്ല ശുദ്ധമായ വെള്ളം കൊടുത്തതിനായി നന്ദി. ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കുന്നു. വലിയ ദൈവിക നന്മകൾ ഇനിയും കാണുവാനിടയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ കണ്ട മിറക്കിൾസ് ടുഡേ അനുഭവ സാക്ഷ്യങ്ങളിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒളിഞ്ഞിരിക്കുന്ന സന്ദേശങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഉള്ളിൽ വിശ്വസിക്കുക, ഇതിനേക്കാൾ വലുത് യേശുവിൽ നിന്നും ഞാൻ പ്രാപിക്കും. ഈ സമയത്ത് കണ്ണുകളടച്ച് ഈ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഈ സമയത്ത് പ്രാർത്ഥിക്കുക. കർത്താവെ, ഓരോരുത്തർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ശരീരത്തിൽ വിവിധ രോഗങ്ങൾ അനുഭവിക്കുന്നവർ ഈ സമയത്ത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. ശരീരത്തിൽ ഏതോ തരത്തിലുള്ള വിരയുടെ ശല്യം മൂലം വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ സൗഖ്യം ആ ശരീരത്തിലേക്ക് ഇപ്പോൾ പ്രവേശിക്കട്ടെ. എന്ത് കഴിച്ചാലും വൊമിറ്റ് ചെയ്യുന്ന വൊമിറ്റിംഗ് സെൻസേഷനുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ശരീരം മുഴുവൻ ഒരു വല്ലാത്ത രീതിയിൽ നീര് വെച്ചിരിക്കുന്നൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. കിഡ്നികളുടെ തകരാറുള്ള ചില വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഗോപി എന്നു പേരുള്ള ഒരു സഹോദരൻ, കിഡ്നികൾക്ക് തകരാറുള്ള 2 കിഡ്നികൾക്കും തകരാറുള്ള ഗോപി യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നട്ടലിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തായി ഏതൊരു പൊട്ടലോ അകൽച്ചയോ പ്രശ്നങ്ങളോ ഉള്ള വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. അതുപോലെ ഒരു കൈക്ക്, എനിക്ക് തോന്നുന്നു ഇടത്തെ കൈക്ക് ഭയങ്കരമായ പെയിൻ മൂലം ഉയർത്താൻ കഴിയാതെ കുറേ നാളുകളായിട്ട് അത് ഉയർത്താൻ കഴിയുന്നില്ല. ആ കൈ കൊണ്ട് ശരിയായി ജോലി ചെയ്യാനോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനോ സാധിക്കുന്നില്ല. ആ പ്രയാസമുള്ള വ്യക്തി ഇപ്പോൾ സൗഖ്യമാകട്ടെ. ബ്രെയിൻ ട്യൂമർ സൗഖ്യമാകട്ടെ. വിവിധ രീതിയിലുള്ള ക്യാൻസർ രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. കണ്ണിൻ്റെ കാഴ്ച തിരികെ വരട്ടെ. അതുപോലെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദമ്പതികൾ ഭാര്യ ഭർത്താക്കന്മാർ അടുത്തുണ്ടെങ്കിൽ കൈകൾ കോർത്ത് പിടിച്ച് ഈ സമയത്ത് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. എന്നാൽ ജീവിത പങ്കാളി അടുത്തില്ലെങ്കിൽ നോ പ്രോബ്ലം, നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ കർത്താവെ, നീ വിടുതൽ കൽപ്പിക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. നിങ്ങളുടെ രോഗം, നിങ്ങളുടെ പ്രയാസം എന്തു തന്നെയാണെങ്കിലും അത് ഞാൻ സ്പെസിഫിക്കായി എടുത്ത് പറഞ്ഞില്ലെങ്കിലും ഇപ്പോൾ വിശ്വസിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സകല വ്യക്തികളും ഇപ്പോൾ സ്പർശിക്കപ്പെടട്ടെ. ദൈവത്തിൻ്റെ ശക്തിയാൽ സ്പർശിക്കപ്പെടട്ടെ. വിടുതൽ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നാളെ വൈകിട്ട് നമുക്ക് പ്രത്യേകമായ ന്യൂ ഇയർ സർവീസ് ഉണ്ട്. രാത്രി 10 മണിക്കാണ് ആരംഭിക്കുന്നത്. ബ്ലെസ്സിങ് സെൻറ്ററുകളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. വലിയ അനുഗ്രഹത്തിൻ്റെ നിറവോടെ നമുക്കൊരു പുതിയ വർഷത്തെ വരവേൽക്കാം. അതിനുവേണ്ടി എല്ലാവരും
വരണം. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളത്തെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് കാണാൻ മറക്കരുത്. കുറഞ്ഞത് ഒരാളോടെങ്കിലും ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡിനെ കുറിച്ച് പറയണം. ഇതിൽ നിങ്ങൾ കാണുന്ന, ഇതിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശങ്ങളോ അനുഭവ സാക്ഷ്യങ്ങളോ അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള അനുഗ്രഹമാണ്, എന്തിലൂടെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്, മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. കർത്താവ് ഇതിലൂടെ ഇരട്ടിയായി നിങ്ങളെ അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. ബൈ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഏത് ഗോത്രത്തിലുള്ളവരായിരുന്നു ഹന്ന? വിച്ച് ട്രൈബ് ഹാന ബിലോങ് ടു? ഓപ്ഷൻസ്: എ ആശേർ, ബി യൂദ, സി ദാൻ, ഡി നഫ്താലി. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരിയുത്തരം അയക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM ബുക്സ് ആണ്. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222 111 0484 42221. ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.